വാട്ട് ആർ ദ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്ട്രഗിൾസ് എന്താണ്? ഫസ്റ്റ് ടൈം മദർ ആണെങ്കിൽ ലാച്ച് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ്. അവിടെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ ലിപ് ടൈസ് ആൻഡ് ടങ് ടൈസ്. ബ്രസ്റ്റ് ഫീഡിങ് എപ്പോഴും നമ്മൾ പറയും ഇറ്റ്സ് എ വെരി നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ്. അത് ഒരു സ്ത്രീ അമ്മയാവുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന്. പക്ഷെ വെൻ വി ലുക്ക് ഇൻ ടു ഒരു ലാർജർ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ വി ബോത്ത് നോ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരുപാട് അമ്മമാർ ആക്ച്വലി അത് പെയിൻലെസ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്രസ്റ്റ് ഫീഡിങ് കിട്ടാൻ വേണ്ടി ദേ ആർ ലിറ്ററലി സ്ട്രഗ്ലിങ്. അക്കോർഡിംഗ് ടു യു വാട്ട് ആർ ദ മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്ട്രഗിൾസ് എന്താണ്? ആക്ച്വലി ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഏരിയയിൽ ടച്ച് ചെയ്യണമെന്ന് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം മദർ ആണെങ്കിൽ ലാച്ച് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ്. ഒന്ന് പൊസിഷൻ ചെയ്യാൻ അറിയണ്ടാവില്ല, ചിലപ്പം കുഞ്ഞിനെ എടുക്കാൻ അറിയാത്ത പ്രശ്നം. പിന്നെ ഉള്ളത് അമ്മയ്ക്ക് പൊസിഷൻ ചെയ്യാൻ അറിയാം, ഫീഡ് ചെയ്യാൻ അറിയാം, എന്നാലും കുഞ്ഞിന് കറക്റ്റായിട്ട് ലാച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതായത് കുഞ്ഞിന് ഓറലി ഉണ്ടാവുന്ന റെസ്ട്രിക്ഷൻസ് കാരണം കുഞ്ഞുങ്ങൾക്ക് ലാച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതായത് ടങ് ടൈ, ലിപ് ടൈ, അതൊക്കെ ഡോക്ടർ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ 3 കാര്യമാണ്. ഒന്ന് അമ്മയ്ക്ക് ലാച്ചിങ്ങിന്റെ, രണ്ടാമത്തത് ഇപ്പോൾ കുഞ്ഞിനെ അമ്മയ്ക്ക് എടുത്ത് ലാച്ച് ചെയ്യിക്കാനായിട്ട് പറ്റുന്നു, പാല് വരണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പൊ സപ്ലൈ രണ്ടാമത്തെ വന്നു. ലാച്ചിങ്ങും ഉണ്ട്, പാലും ഉണ്ട്. പക്ഷെ ഇത് രണ്ടും ഉണ്ടായിട്ടും കുഞ്ഞിന് കുടിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു റെസ്ട്രിക്ഷൻ, സംതിങ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ഇൻ ദ ചൈൽഡ് എന്നുള്ളത്. അവിടെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ ലിപ് ടൈസ് ആൻഡ് ടങ് ടൈസ്. കാരണം നാവ് പ്രോപ്പറായിട്ട് ഒരു നമ്മൾ പറയും ഒരു വേവ് ലൈക്ക് മോഷനിൽ നാവ് പോയാൽ മാത്രമാണ് കുഞ്ഞിന് അമ്മയുടെ ബ്രസ്റ്റിൽ നിന്ന് പമ്പ് ചെയ്ത് അല്ലെങ്കിൽ സക്ക് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഒരു കുഞ്ഞിന് പ്രോപ്പറായിട്ട് ലാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പം നമ്മളെപ്പോഴും പറയും, ഇപ്പം ഈ ടൈയുടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എപ്പോഴും പാരൻസ് അല്ലെങ്കിൽ ഇവർ കൊണ്ടുവരുന്ന സമയത്ത് പറയുന്നതാണ്, പക്ഷെ കുഞ്ഞ് നാവ് പുറത്തേക്ക് ഇടുന്നുണ്ട്, നാവിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കാണുമ്പോൾ ഓക്കെയുള്ള എല്ലാ ടങ്ങുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അതിനെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ടങ് ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ടങ് ടൈ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുണ്ട്. ഇപ്പം ടൈ ഇല്ലാത്ത നാവ് തന്നെ കുഞ്ഞ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതെ അതൊരു ലോ ലൈയിങ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ പോലും കുഞ്ഞിന് പ്രോപ്പറായിട്ട് സക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല. Happy Hippo.